രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലൊക്കെ കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു റൊട്ടീനായി മാറിയിട്ടുണ്ട്. ഇതാ ഈ ഒരു തൈര് വെച്ച് നമ്മൾ സംഭാരം പോലെ ഉണ്ടാക്കി വെക്കൽ കേട്ടോ. മോരിൽ എന്തൊരു പച്ചമുളകും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് സംഭാരമാക്കി ഉണ്ടാക്കുമല്ലോ. അപ്പോൾ ഇതിവിടെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനും കരുതും വെറുതെ ഫ്രൂട്ട്സോ കാര്യങ്ങളൊക്കെ വാങ്ങി പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ജ്യൂസ് അടിച്ച് ഫ്രിഡ്ജിലേക്ക് വെക്കണേക്കാണ് നല്ലത് നമുക്ക് ഈ സംഭാരം പോലെ അടിച്ച് വെക്കണത്. അതാവുമ്പോൾ ഹെൽത്തിയുമാണ്. പിന്നെ നമുക്ക് മധുരമൊന്നും അധികം അകത്താവില്ലല്ലോ. അപ്പോൾ ഞാനൊരു പാക്ക് തൈര് കൊണ്ട് അങ്ങോട്ട് ഉണ്ടാക്കാറാണ് ഉള്ളത്. അപ്പോൾ അത് ഇച്ചിരി തൈര് എടുത്തിട്ട് അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകും കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കും കേട്ടോ. അത് അടിച്ചതിന് ശേഷം പിന്നെ ആ ഒരു വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ചതഞ്ഞ് കിട്ടുള്ളൂ. ഒരുപാട് എല്ലാ തൈരും പാറുമ്പോൾ അത് ചതയാറില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇച്ചിരി തൈരിൽ നന്നായിട്ട് ചതച്ചതിന് ശേഷം പിന്നെ ഫുള്ളായിട്ട് തൈര് ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കും. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടാറുണ്ട്. അപ്പോൾ ഞാൻ ഇച്ചിരി തൈര് എനിക്ക് ചിക്കൻക്കൊക്കെ കൂട്ടി കഴിക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഞാനങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഈ ഒരു പാത്രം നിറച്ചു നമ്മൾ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഉപ്പിലായിട്ട് ലാസ്റ്റ് ഉപ്പിട്ടിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി അപ്പോൾ നല്ല തണുത്ത് കിട്ടുമല്ലോ നമ്മൾ ഫുഡ് കഴിക്കാനാകുമ്പോഴേക്കും. പിന്നെ അതൊക്കെ അവിടെ കൊണ്ടുപോയി വെച്ച് നമ്മൾ ഉണ്ടാക്കിയ ഭാഗമൊക്കെ ഉള്ളി തൊളിച്ചതും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് അപ്പം തന്നെ ക്ലീൻ ചെയ്ത് വെച്ചു. ഇന്ന് നമുക്ക് നല്ല മീനായിട്ട് കിട്ടിയത്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അയലക്കത്ത് നിന്ന് നല്ല മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. പച്ചമാങ്ങ നല്ല പുളിയുള്ള, കണ്ടപ്പോൾ തന്നെ നല്ല പുളിയുള്ള മാങ്ങയായിരുന്നു. അപ്പോൾ ഇതും അതിൽ നിന്ന് ഒന്ന് എടുത്തിട്ട് എനിക്ക് ഉപ്പിരുമ്പി തരുമോ ചോദിച്ചു. അപ്പോൾ ഞാൻ അങ്ങനെ ചെറിയ കഷ്ണം, ചെറിയതില്ല അത്യാവശ്യം വലിയ കഷ്ണങ്ങളാക്കി ഉപ്പിരുമ്പി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല പുളി ഉണ്ട് കേട്ടോ. അപ്പോൾ അത് വിചാരിച്ച് ഞാൻ കരുതി മീൻ മത്തിയാണ്. അപ്പോൾ മത്തിയല്ല, അപ്പോൾ അതിക്ക് അല്ല മാങ്ങയൊക്കെ ഇട്ടിട്ട് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഞാൻ വേഗം കട്ട് ചെയ്തു. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. പിന്നെ ആ ഇടയ്ക്ക് ഞാൻ വേഗം ചോറ് അരി അടുപ്പത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതവിടെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. മീൻ മുറിച്ച് കഴിഞ്ഞപ്പോഴേക്കും അരിയൊക്കെ ഇട്ടു. പിന്നെ പച്ചമാങ്ങ ഞാൻ ഓക്ക് കട്ട് ചെയ്ത മാങ്ങൻ്റെ പോലെയല്ല, പിന്നെ എടുത്ത മാങ്ങ നോക്കുമ്പോൾ ചെറുതായിട്ട് ചനച്ചിട്ടുണ്ട്. ചെറിയൊരു മധുരം, എന്നാലും പുളിയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് മീൻ കറിക്ക് ഇനി ഇത് ടേസ്റ്റ് ആവുമോ എന്നറിയില്ല. എന്നാലും അത് വെച്ചിട്ട് അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ആ സമയത്ത് ഇതിനകത്ത് ചെറുതായിട്ട് വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു 10 മിനിറ്റ്. അപ്പോൾ തന്നെ കട്ട് ചെയ്ത് പോയിട്ടോ. ഇനി ഞാൻ വേഗത ഉള്ളിയും തക്കാളി മാങ്ങയൊക്കെ ഒരുമിച്ചിട്ട് ഇതുപോലെ വാട്ടിയെടുക്കുന്നുണ്ട്. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ടെടുത്ത് ഒന്നും കൂടി വാട്ടി. പിന്നെ അതിലേക്ക് മസാലപ്പൊടികളൊക്കെ മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ഫിഷ് മസാല, ഗരം മസാലയൊക്കെ ആഡ് ചെയ്തു കേട്ടോ. എന്നിട്ട് ഇപ്പോൾ ഇതിക്ക് പുളിവെള്ളം ഒഴിക്കണ്ടല്ലോ. ഞാൻ പിന്നെ വെള്ളം കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇച്ചിരി ഒഴിച്ചെടുത്തിട്ട് കുറുന്നര ഉണ്ടാക്കാമെന്ന് കരുതി. പിന്നെ നമ്മൾ കഴുകി വെച്ച മീൻ അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയെന്ന് കരുതി. അപ്പോഴേക്കും നമ്മൾ ചോറ് വെന്തൂറ്റി വെച്ചു. പിന്നെ മീൻ അതിലേക്ക് ഇട്ട് ഏറ്റവും ലാസ്റ്റ് ഞാൻ കുരുമുളക് പൊടി ഫിഷ് മസാലയും കൂടി കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. ചെറിയൊരു പുളി ഉണ്ടായിരുന്നുള്ളൂ, വലുതായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഏറ്റവും ലാസ്റ്റ് പപ്പടം പൊരിച്ച് മീൻ പൊരിച്ചതോടുകൂടി നമ്മുടെ ഇന്നത്തെ ലഞ്ച് അടിപൊളിയായി കിട്ടി. അപ്പോൾ നമുക്ക് മാങ്ങ വെച്ച് പച്ചമാങ്ങ ഇട്ട മീൻകറി ചോറൊക്കെ കഴിക്കാമല്ലേ. അപ്പോൾ ഞാൻ ഓരോന്നായി വിളമ്പി വെച്ചിട്ട് മേശപ്പുറത്ത് കൊണ്ടുപോയി വെക്കാണ് കേട്ടോ. എൻ്റെ ഹസ്ബൻഡ് പള്ളിയിൽ പോയിട്ടുള്ളൂ, വന്നിട്ട് വേണം ഫുഡ് കഴിക്കാൻ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എത്തുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.